ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. മഴ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം സ്കൂളും മദ്രസും ഒക്കെ ഒരു ഒഴിവുണ്ടായിരുന്നല്ലോ. ആ ദിവസത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. മഴ ഇതാ ഇവിടെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ തുടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടത്. വെള്ളം കയറുമോ എന്നുള്ള ആ ഒരു രീതിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് അമർന്ന് കിട്ടിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് മിറ്റടിക്കാൻ ഇറങ്ങാനും ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം സ്കൂൾ മദ്രസൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് മഴ കണ്ടുകൊണ്ടിരുന്നു. മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം, നമുക്ക് നല്ല രസം. പക്ഷേ ഒരുപാട് ആൾക്കാർ പേടിച്ചിരിക്കണോലുണ്ടായിരുന്നു. എല്ലാവരും പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും അകത്തുണ്ടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ എല്ലാവർക്കും കൂടി കടി ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടുള്ള ഇരുത്തും കൂടിയാണ് ഇട്ടത്. അപ്പോൾ തലേന്ന് കുറച്ച് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിക്ക് കുറച്ച് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 4 പൊറാട്ട ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊക്കെ നോക്കുകയാണ്. ഇത് ഇത് തേച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് പപ്സ് കൊണ്ടുവന്നത്. നമ്മളെ വീടിനടുത്ത് തന്നെ ഇവിടെ പപ്സ് ഉണ്ടാക്കുന്ന ഒരു വീടുണ്ട്. ഒരു കടകൾക്കൊക്കെ പപ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് പപ്സ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇതാ കുറച്ച് പപ്സ് നമ്മളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതിയിട്ട് പപ്സ് കണ്ടപ്പോൾ. അപ്പോൾ പൊറാട്ട ആർക്കും വേണ്ട. അപ്പോൾ ഇതാ എല്ലാവരും പപ്സ് കൂട്ടി, ഓരോരോ പപ്സ് കൂട്ടി എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പപ്സുമ്മലുണ്ട് ഒതുങ്ങി കിട്ടി. പിന്നെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അകൊന്ന് അടിച്ചേരി തുടച്ചു, മെഷീനിൽ തിരുമ്പാനും ഇട്ടു, അത്ര മാത്രം കേട്ടോ. തിരുമ്പിയിട്ട് കാര്യമില്ലല്ലോ, ഉണങ്ങൊന്നുമില്ല. എന്നാലും തിരുമ്പാനുള്ളതവിടെ മെഷീനിക്ക് ഇട്ടുകാണ്ട് ഇവിടെ ആ ചോറ് ഇന്ന് ഇമ്മ കുറച്ച് ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. ഇന്നിപ്പോൾ എൻ്റെ അടുക്കളയിൽ തീ പുകഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പുക പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് ഫുള്ള് റെസ്റ്റിലായിരുന്നു കേട്ടോ ഞാൻ. ബിരിയാണിക്ക് കൂട്ടാനായിട്ട് അച്ചാറൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സ്ഥിരം മുളകും പൊടി വെള്ളം ഇവിടെ കലക്കി വെച്ചേക്കണു. ഈ ഒരു മുളകും പൊടി വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു അച്ചാറും വേണ്ട കേട്ടോ. അച്ചാറൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുള്ളൂ. അത്രക്ക് ടേസ്റ്റുള്ളൊരു മുളകും പൊടി വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നകത്തെ ഉച്ചക്കുള്ള പരിപാടി ഇതാ ഇമ്മാൻ്റെ ഈ ഒരു ചോറുമ്മലും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചോറ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ച ബിരിയാണിക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡ് അതിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്കും പുഡിങ്ങും മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കണത്. ചോറുണ്ടാക്കണത് എൻ്റെ ഹസ്ബൻഡാണ്. ചോറും പരിപാടിയൊക്കെ ഓലാണ് ഏറ്റെടുക്കണത്. വീട്ടിൽ നിന്നുള്ള വെപ്പ് ഓൽക്ക് വളരെ കുറവാണ് കേട്ടോ. കൂടുതലും പോയി വെക്കലാണ്. കല്യാണം സൽക്കാരും അങ്ങനെയുള്ള പരിപാടിക്ക് ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ട് വെക്കലാണ് കൂടുതലും. നമുക്ക് വീട്ടിൽ നിന്നുള്ള വെപ്പ് വളരെ കുറവാണ്. വീട്ടിൽ നിന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് വെച്ച് കൊടുക്കലുള്ളൂ. അല്ലാത്തൊക്കെ പോയിട്ട് വെക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ 2 ചോറ് കൊടുക്കാനുണ്ടായിരുന്നു. രണ്ടും ചിക്കൻ പൊരിച്ച ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറ് ഊറ്റിടുന്ന പരിപാടിയുള്ളൂ. എന്നിട്ട് പിന്നെയാണ് ദമ്മിട്ട് വെച്ചാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ വെക്കാനായിട്ട്. നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ബിരിയാണിയും ഇവർ വെക്കുന്ന ബിരിയാണിയും രണ്ടും 2 രീതിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവരൊരു ബിരിയാണിക്ക്. അതേപോലെ നമ്മൾ എത്ര വെച്ചാലും ആവില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇവരോട് ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങളുടേന്ന് ഇത്ര ടേസ്റ്റ് വരുന്നത് എന്ന് ചോദിക്കലുണ്ട്. ഇവർ ഈ ദമ്മിടുന്നിടത്താണ് കേട്ടോ ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് കിടക്കണത്. നല്ല കണൽ അടിയും മേലും ഒരേപോലെ കണലിട്ട് കാണ്ടാണ് കേട്ടോ ഇവർ ചോറ് വെക്കുക. ചോറ് ഇതവിടെ ഊറ്റിയിടുന്നുണ്ട്. ചോറ് നമ്മളൊക്കെ നല്ല വെന്തിട്ടല്ലേ ഊറ്റിയിടുക. ഇത് അതേപോലെ അല്ല, ഒരു 1/4 വേവ് എന്നൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ ഒരു വേവിലാണ് ഇവരിത് ഊറ്റിയിടൽ. ഇനി ഈ ദമ്മ് കിടന്നിട്ട് വേണം ഈ ചോറ് വേവാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് വരുന്നത് എന്നാണ് ഇവർ പറയണത്. ഇവർ വെക്കണ ഈ ബിരിയാണി കഴിച്ച് ശീലമായതുകൊണ്ട് തന്നെ പിന്നെ എവിടെ പോയി ബിരിയാണി കഴിച്ചാലും ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് കിട്ടൂല. ഇവർ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് ഏകദേശം അയക്കണു. അപ്പോൾ ഇനിയിപ്പോൾ 2 ചെമ്പ് ഉണ്ടല്ലോ, ആ 2 ചെമ്പക്കും കൂടി ഊറ്റിയിട്ടിട്ട് കണലിൽ അവിടെ കിടക്കട്ടെ. ഇനി ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആ സമയമാകുമ്പോൾ അത് കൊടുത്ത് വിടുകയാണ് ചെയ്യുക. പുറത്ത് നല്ല മയും നല്ല ബിരിയാണീൻ്റെ മണം ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിത് മണക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ നിന്നൊരു വറ്റ് പോലും നമുക്ക് കിട്ടൂല. ഇത് മണത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്കിന്ന് രാത്രിയേക്ക് വേറെ ഫുഡ് നോക്കണം കേട്ടോ. രാവിലെ മുതൽ തന്നെ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി ബ്രെഡും മുട്ടയൊക്കെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോറ് ഇവിടെ ഇതാ കയറ്റി പോകുന്നുണ്ട്. രാത്രി ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ചോറ് കയറ്റി പോകുമ്പോൾ. നമ്മൾ മുറ്റത്തേക്കുള്ള റോഡ് കുറച്ച് വീതി കുറഞ്ഞ റോഡാണ്.
അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ വണ്ടി ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒരു പേടിയാണ് കേട്ടോ. ഒരു കുത്തനെ ഇറക്കും കൂടിയാണ്. അപ്പോൾ ഒരു ഇറക്കമൊക്കെ മഴ ആകുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങോളം ഒന്ന് നോക്കി നിൽക്കേനു. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്